മനേഷ്, അപ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇനിയോടെ സാധ്യമാവുക? ഒരു എന്താണ് ഈ പറയുന്ന പോലീസ് തായ വന്ന് ഒരു കടയിലേക്ക് എത്തി നിന്നു എന്ന് പറഞ്ഞല്ലോ, ആ കട എന്താണ്? അവിടെ ഒരു കട എങ്ങനെ ഉണ്ടോ മനേഷ്? ഹാഷ്മി, വ്യൂ പോയിന്റിന് അടുത്തൊരു കടയുണ്ട്. ആ കടയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. കാരണം അവിടെ നിന്ന് ആദ്യം സ്നിപ്പർ ഡോഗ് വന്ന സമയത്ത് ഈ കുട്ടിയുടെ മണം പിടിച്ചെത്തിയത് ഈ കടയിലേക്കാണ് എന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ആ കടക്കാരനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല. മാത്രമല്ല അവിടെ റീജിയണൽ പ്രാദേശികമായുള്ള ആളുകളെ, അവിടെ സ്ഥിരമായി വന്നു പോകുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന കടകൾ നടത്തുന്ന ആളുകളെ ഒന്നും തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ ഈ ബന്ധുക്കൾ പറയുന്നുണ്ട്. അതായത് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതായത് സ്നിപ്പർ ഡോഗ് പോയ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ അവരൊന്നും അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്, അല്ലെങ്കിൽ അത്തരത്തിലാണ് പോലീസിന്റെ മറുപടി എന്നാണ് ഈ ബന്ധുക്കൾ തന്നെ ഒരു പരാതിയായി ഉന്നയിക്കുന്നത്. തിരച്ചിൽ നടന്നിരുന്നു, അതായത് 7-ാം തീയതി മുതൽ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ മേഖലയിൽ നിന്നൊന്നും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇന്നിപ്പോൾ ദൗത്യസംഘം എത്തും എന്ന് പറഞ്ഞിരുന്നു. രാവിലെ മുതൽ തന്നെ എത്തുമെന്നായിരുന്നു അവർക്ക് ലഭിച്ചിരുന്ന ഒരു വിവരം. പക്ഷേ എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെടുമ്പോഴും അവിടെ എത്തിയിട്ടില്ല. ഈ 100 അംഗ ദൗത്യസംഘം എത്തിയിട്ടില്ല. മാത്രമല്ല ഒരു സ്വകാര്യ ഏജൻസിയിൽ നിന്നുള്ള അംഗങ്ങൾ എത്തുമെന്ന് പറയുന്നു. അവരൊന്നും തന്നെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും ഈ പറഞ്ഞ പോലീസിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആ മേഖല മുഴുവൻ സമഗ്രമായി തന്നെ ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ്. നമുക്ക് പറയാം, ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളച്ചാട്ടമുണ്ട്, ഒരു വലിയ ആഴത്തിലുള്ള ഒരു കൊക്ക പോലുള്ള ഒരു മേഖലയാണത്. അപ്പോൾ അവിടേക്കൊന്നും ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. കാരണം അവിടെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണു പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാണെങ്കിലും കൂടെ ഒപ്പമുള്ള ആളുകൾ കാണേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന അതാണ്. 10 മിനിറ്റാണ് ഈ കുട്ടി മിസ്സിംഗ് ആയതിന് ശേഷം, അതായത് 10 മിനിറ്റ് കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവുന്നു, ബന്ധുക്കൾക്ക് മനസ്സിലാവുകയും അപ്പോൾ തന്നെ തിരിച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 5:20 ആ കുട്ടിയെ സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഇവർ അതിനുശേഷം പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച ആ കുട്ടിയുടെ വല്യച്ഛൻ താഴെ വെള്ളച്ചാട്ടമാണ്, അവിടെ വലിയ കൈവരിയൊക്കെ ഉണ്ട്. ഇനി വിദൂരമായ ഒരു ഇപ്പോൾ അവിടെ അത്രയും ആൾക്കാരുണ്ട്. ഒരു കുട്ടി ഇനി ഏതൊരു അപകടത്തിൽപ്പെട്ടു എന്ന് അസംഷനിലേക്ക് പോയാലും ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടാൽ ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കുമോ? അങ്ങനെ മാത്രമല്ല അവിടെ നിന്ന് ശ്രീനന്ദയുടെ പൊക്കം ഒക്കെ വെച്ച് നോക്കിയാലും ആ കൈവരിയിലും താഴേക്ക് വീഴാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല താനും. അപ്പോൾ ഒരു അപകട പോസിബിലിറ്റിയും അങ്ങനെ മുഖവിലക്കെടുക്കാൻ പറ്റുമോ മനേഷ്? അതാണ് ഹാഷ്മി, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് പരമാവധി സുരക്ഷാ ക്രമീകരണങ്ങൾ, പരമാവധി നല്ല രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട്. അതായത് താഴേക്ക് വീഴാനുള്ള സാധ്യതകളൊന്നുമില്ല, വെള്ളച്ചാട്ടത്തിലേക്കാണെങ്കിലും ഒക്കെ വീഴാനുള്ള സാധ്യതയൊന്നുമില്ല. ധാരാളം വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്നതാണ്. മാത്രമല്ല അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അപകട മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ അതിനെ തടയാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ തടയാനുള്ള നീക്കങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അത് തന്നെ. ബന്ധുക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഒരു അപകടം സംഭവിച്ചു എന്ന് ഞങ്ങളും കരുതുന്നില്ല. കാരണം ഒരു തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ, ആ രീതിയിൽ ഉള്ള ഒരു അന്വേഷണം എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. പ്രധാനമായും 10 മിനിറ്റാണ് സമയം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 മിനിറ്റാണ് സമയം. ആ സമയത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു അപകടത്തിൽപ്പെട്ടാൽ എന്തായാലും അവിടെയുള്ള ആരെങ്കിലും ഒക്കെ കാണും. കാരണം ഇവർ തന്നെ 41 പേരുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിനടുത്ത് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, ഈ വ്യൂ പോയിന്റിൽ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായും പരിചയമുള്ള ഉറപ്പായും ആരെങ്കിലും ഒക്കെ കാണും. ഇനി കൂടെ ഉള്ളവരല്ലെങ്കിലും അല്ലെങ്കിൽ അവിടെ വലിയ തിരക്കുള്ള ഒരു വെള്ളച്ചാട്ട വ്യൂ പോയിന്റാണ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ആരുമാരും കാണാതെ അപകടത്തിൽപ്പെടും, ആരുമാരും കാണാതെ തട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 100 അംഗ ദൗത്യസംഘം അങ്ങോട്ടേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നാണ് ആ കുട്ടിയുടെ ബന്ധു പറഞ്ഞത്. KC വേണുഗോപാൽ പറയുന്നത് ഇടപെടൽ ഉണ്ടാകും, അവിടുത്തെ മന്ത്രിയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവട്ടെ, പരിശോധന നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.